എലപ്പുള്ളി ബ്രൂവറി വിവാദത്തിൽ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കാനാവാതെ പ്രതിപക്ഷത്തിന് അടിപതറുകയാണെന്ന് മന്ത്രി എം. രാജേഷ്. സർക്കാരിനെതിരെ അഴിമതി ആരോപിച്ചവർ അതിനെക്കുറിച്ച് ഇപ്പോൾ മിണ്ടുന്നില്ല. നിയമസഭയിൽ ബ്രൂവറി വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറാവാത്തത് പരിഹാസ്യവും ഭീരുത്വവും ഒളിച്ചുകളിയുമാണെന്നും കടിച്ചവർ തന്നെ വിഷമിറക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബ്രൂവറിയുടെ പ്രവർത്തനത്തിന് ജലം നൽകുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ ആദ്യം പ്രതിപക്ഷത്തോട് പറയും. നിങ്ങൾ ചോദിക്കണമല്ലോ, ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നാക്കം പോയി പുതിയ പുതിയ പ്രശ്നങ്ങളല്ല കൊണ്ടുവരുന്നത്. അപ്പൊ ടെൻഡർ വിളിച്ചില്ല എന്ന വാദം പൊളിഞ്ഞുപോയി, തെറ്റായിപ്പോയി എന്ന് പ്രതിപക്ഷം സമ്മതിക്കട്ടെ. അതാദ്യം പറയട്ടെ. അഴിമതി ആരോപിച്ചവർ ഇപ്പൊ അഴിമതിയെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇപ്പൊ ഏക ഉത്കണ്ഠ എന്താണ്? വെള്ളത്തിന്റെ കാര്യമാണ് അല്ലെ? അഴിമതിയെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. ഗോവിന്ദ മാഷോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെ കണ്ടിരുന്നു മാഷ് എന്ന് എനിക്കറിയാം. കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന്റെ നിലപാട് ഞാൻ 2 തവണ വ്യക്തമാക്കിയതാണ്. പിന്നെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ നീട്ടൽ മാത്രമേ ഉള്ളൂ, ഇതൊന്നും കൊടുക്കാറില്ല. അല്ലല്ല, അതുകൂടി പറയാം. നിങ്ങൾ ഈ മയക്ക് നീട്ടി നിൽക്കാന്നല്ലാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പ്രതിപക്ഷത്തിന്റെ മാത്രം കൊടുക്കുകയും ഈ വിശദീകരണം ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യും. നിങ്ങളെല്ലാം പറഞ്ഞത് ദയക്കുമ്പോ അവിടുന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അസംബ്ലി പറയാം. അസംബ്ലി നടക്കല്ലേ? എന്താ അസംബ്ലിയിൽ ഇത് കൊണ്ടുവരാൻ എന്താ പ്രതിപക്ഷത്തിന്റെ ഭയം? എവിടെ ഇന്ന് അടിയന്തര പ്രമേയം എന്തായിരുന്നു? അത് സബ്മിഷനായിട്ട് ഉന്നയിക്കുകയാണോ ചെയ്യേണ്ടത്? ഇത്രയും ഗൗരവമായിട്ടുള്ള ആക്ഷേപം പരിഹാസ്യമല്ലേ? ഞാൻ അറിഞ്ഞില്ല. അസംബ്ലിയിൽ നിന്ന് പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിക്കും. അല്ല, ഇതിനേക്കാൾ പരിഹാസ്യമായൊരു കാര്യമുണ്ടോ? സബ്മിഷനായിട്ട് ഇന്ന് ഉന്നയിച്ചാൽ അതിനർത്ഥം എന്താ? ഇനി ഈ സഭയിൽ അടിയന്തരപ്രമേയമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അതിനർത്ഥം പ്രതിപക്ഷം ഒളിച്ചോടി എന്നുള്ളതല്ലേ? ഇന്ന് സബ്മിഷനായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ പറയാം. ഇന്ന് സബ്മിഷൻ ഉന്നയിച്ചാൽ ഒന്നുകിൽ സബ്മിഷൻ, അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കൽ, അല്ലെങ്കിൽ അടിയന്തര പ്രമേയം. അങ്ങനെയല്ലേ ഇത് ഉന്നയിക്കാൻ പറ്റൂ? ഒരിക്കൽ ഉന്നയിച്ച കാര്യം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പറ്റില്ല. ഇത്രയും വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് ഒരു അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം അവരാദ്യം പറയട്ടെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അസംബ്ലി വരട്ടെ എന്ന് പറഞ്ഞില്ലേ? അസംബ്ലി വരട്ടെ എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? എണ്ണി മറുപടി കൊടുക്കാം. അപ്പൊ എന്താ വരാത്തത്? എന്താ ഇപ്പൊ ടെൻഡറിനെ കുറിച്ച് പറയാത്തത്? എന്താ ഇപ്പൊ അഴിമതിയെ കുറിച്ച് പറയാത്തത്? ഇതാണ് പ്രതിപക്ഷവും. നിങ്ങളൊക്കെ എത്ര ദിവസം ചർച്ച ചെയ്തതാ അല്ലെ? രാത്രി 8 മണിയാകുമ്പോൾ വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്തിട്ട് എന്തെല്ലാം അസംബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഈ കടിച്ചവർ തന്നെ വിഷമിറക്കട്ടെ. അല്ല പറഞ്ഞത്, അസംബ്ലി പറയാന്നേ, കൃത്യമായിട്ട് അസംബ്ലി പറയാം. ധൈര്യമുണ്ടോ ഈ പ്രശ്നം ഉന്നയിക്കാൻ? കൃത്യമായിട്ട് അസംബ്ലിയിൽ ഈ കാര്യം പറയാം. അല്ല, അഴിമതിയുടെ കാര്യം അങ്ങനെ മാറ്റി നിർത്തണ്ടെന്നേ. നിങ്ങൾ ഉന്നയിച്ച കാര്യം അങ്ങനെ വേണ്ട. എന്തിന് ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. തൽക്കാലം ഞങ്ങൾ അഴിമതിയുടെ കാര്യം ഒരു ഔദാര്യം വേണ്ട. അഴിമതിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് ബാക്കി മതി.